സൂപ്പറാണ്. പടങ്ങളൊക്കെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ സിനിമയെ പോലെ കുഴപ്പമില്ല. എന്താണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ? ഉണ്ടാക്കുന്ന അണിയായങ്ങളെ തട്ടിക്കേക്കണേ ഇതുപോലത്തെ ആൾ പറഞ്ഞാൽ പെർഫോമൻസ് ഒക്കെ எப்படி இருக்கு? ஒவ்வொரு இடத்துலையும் நிறைய விஷயங்கள் புரிய வைக்கிறது இப்படி இருக்குது காலங்களில் சூப்பர். கமல்ஹாசன் நடிப்பு எப்படி இருக்கு? சூப்பர். அவருடைய ஆக்டிங் சூப்பர். இப்போ உள்ள நடக்கிற இளைஞர்களை ஒன்று கூடி நின்னால் தமிழ்நாடு வல்லரசு. അതിൻ്റെ ഗ്രാഫിക്സ് എല്ലാം നമ്മൾ നോക്കുമ്പോൾ മുഖം കാണുമ്പോൾ അറിയാം. പോലെ കൂടുതൽ എന്താ പറയുക, എങ്ങനെയാണ് சூப்பர். கமல்ஹாசன் எப்படி இருக்கு? சூப்பரா பழைய மாடல் தான் இந்தியன் கமல் பழையது அப்படியே കാരണം എന്താണ്? കാരണം നമ്മൾ ഈ അന്യനിലൊക്കെ കണ്ട സെയിം പാറ്റേൺ തന്നെയാണ്. ഈ അതേ സെയിം പടം തന്നെ വീണ്ടും വീണ്ടും ഒരു കറപ്ഷൻ നടക്കും, കൊല ചെയ്യും, എന്നിട്ട് ഹിസ്റ്ററി ക്ലാസ് എടുക്കും. ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അടുത്ത കൊലപാതകം നടക്കും, വീണ്ടും ഹിസ്റ്ററി ക്ലാസ് ആണ്. വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കൊണ്ടൊരു ചുമ്മാ എടുത്ത് വെച്ച പോലെ തോന്നുന്നു. തേർഡ് പാർട്ടിലും ഒരു ട്രെയിലർ കാണിച്ചു, ഇൻട്രസ്റ്റിംഗ് എലമെന്റ് കാണിച്ചു. പക്ഷെ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് തേർഡ് പാർട്ടി വരുമ്പോഴേ കണ്ടു കാണാം. കാരണം നമ്മൾ പടം അനൗൺസ് ചെയ്തപ്പോൾ പറയുന്നുണ്ടായിരുന്നു താജ്കവാളുണ്ട്. പക്ഷെ പടത്തില്ല, ട്രെയിലറിൽ കാണിക്കുന്നുണ്ട്. അടുത്ത ട്രെയിലറിൽ ചിലപ്പം ബെറ്റർ ആയിരിക്കും, പക്ഷേ ഇത് ആവറേജ്. ട്രെയിലറാണ് പടം കാണാൻ കിടിലായിരിക്കും. ശങ്കരടക്കായിരിക്കും നേരത്തെ ഒരു പടത്തിൽ ഇതിനേക്കാൾ 2.2 വരെ ബെറ്റർ എന്ന് തോന്നി. അത്രയ്ക്ക് മോശം. ഈ സിനിമ നമ്മൾ ഇന്ത്യൻ മണ്ണാണ് ഉദ്ദേശിച്ചത്, അതുപോലത്തെ ലെവൽ നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല. ശങ്കർ പടം ലെങ്തിയാണ്, പക്ഷേ പ്രതീക്ഷ അത്ര ഒന്നും വന്നിട്ടില്ല. പിന്നെ അനിരുദ്ധിൻ്റെ മ്യൂസിക് കൊള്ളാം. ഇതിൽ എടുത്തു പറയേണ്ട സിദ്ധാർത്ഥിൻ്റെ പെർഫോമൻസ് നല്ലൊരു അഭിനയമായിരുന്നു. ഇത് വെറുതെ വലിച്ചു നീട്ടിയിട്ടിരിക്കുകയാണ്. ഇന്ത്യൻ എടുത്തതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടെന്ന് പറയാനായിട്ടില്ല. പക്ഷേ എന്നാലും കംബാക്ക് ഇന്ത്യൻ വീണ്ടും ഐ വിൽ ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാം പാർട്ടിൽ കാണാം. മൂന്നാം പാർട്ടിൻ്റെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. മൂന്നാം പാർട്ടിൻ്റെ ട്രെയിലർ ഇതിൽ കാണിക്കുന്നുണ്ട്, ഗ്ലിംസ് എന്ന് പറഞ്ഞു. ആ ട്രെയിലർ അവർക്ക് ഈ സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് ഹാഫിലും എല്ലാം എടുത്തിട്ടാൽ മതിയായിരുന്നു. ഇത്രയും വലിച്ചു നീട്ടേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. പിന്നെ കലണ്ടർ സോങ് ഒരു സോങ് ഉണ്ട്, ആ സോങ് നല്ല സോങ്ങാണ്, അതെല്ലാവരും കാണണം. അത് എല്ലാവരും കാണണം. അത് സെക്കൻഡ് എങ്ങനെ ആക്കിയാണ് ഒരാവശ്യമില്ല. പടം മൊത്തത്തിൽ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ആവറേജ് മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ബിലോ ആവറേജ് എന്ന് തന്നെ പറയുന്നത്. നല്ല ലാഗ് അടിക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് എൻഗേജ് ചെയ്യാൻ കഴിയുന്നില്ല. ശങ്കറിൻ്റെ എന്നുവെച്ചാൽ പഴയ വീഞ്ഞിനെ ഒരു പുതിയ കുപ്പിയിലെടുത്തതുപോലെയാണ്. അത് ഇന്ത്യൻ വണ്ണിൻ്റെ തന്നെ റെപ്ലിക്ക് പോലെ കാണിക്കുകയാണ്. അത് ഒരു ഇന്ത്യൻ വണ്ണിന് ഒരു മാസ്റ്റർ ക്ലാസ് ഉണ്ടല്ലോ, അത് തന്നെ വീണ്ടും ആ വർഷത്തെ തന്നെ ഇപ്പോഴും ഒരു ഈ കാലഘട്ടത്തിലോട്ട് മാറാത്തിൻ്റെ ഒരു വലിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ക്രൗഡിനെ ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫ് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. അതിൽ സിദ്ധാർത്ഥിൻ്റെ അഭിനയം ഭയങ്കര സൂപ്പറാണ് കേട്ടോ. സിദ്ധാർത്ഥിന് ഒരുപാട് സെൻറ്റിമെൻ്റൽ സീക്വൻസ് ഒക്കെ സിദ്ധാർത്ഥ ജീവിച്ചൊക്കെയാണ്. ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ തോന്നും, ഭയങ്കര അഭിനയം. അതുപോലെ ഉലയനേൻ്റെ അഭിനയം എല്ലാം നന്നായിട്ട്, പക്ഷേ പുള്ളി അത്രത്തോളം യൂസ് ചെയ്തിട്ടില്ല എന്ന് ഒരു തോന്നലാണ്. സീക്വൻസുകളുണ്ട് കുറച്ചും കൂടെ മാസീവ് ആക്കായിരുന്നു, പലയിടത്തും അത് മിസ്സായി. ഇൻട്രൊഡക്ഷനൊക്കെ വളരെ സൂപ്പറാണ്. ആദ്യത്തെ സിദ്ധാർത്ഥിൻ്റെ കുറേ സീക്വൻസ് അതൊക്കെ നല്ല, പിന്നെ കുറേ അടുത്ത് സിനിമ നമ്മളെ കണക്ഷൻ വിടുന്നുണ്ട് ഓഡിയൻസായിട്ട്. പിന്നെ ക്ലൈമാക്സ് ആദ്യത്തെ കാണിച്ച ക്ലൈമാക്സ് വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. പക്ഷേ ക്ലൈമാക്സിൽ കഴിഞ്ഞൊരു സെക്കൻഡ് ക്ലൈമാക്സ് കാണിക്കുന്നുണ്ട്, ഇന്ത്യൻ 3-ലോട്ട് പോകുന്നൊരു ക്ലൈമാക്സ്. അപ്പോൾ അത് നല്ല ഷോർട്സുകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ 3-ൽ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് വെക്കാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് ഒരു പോസിറ്റീവ് ഇതായിട്ട് തോന്നുന്നത്. മൊത്തത്തിൽ വൺ ടൈം വാച്ചബിൾ മൂവിയാണ്, ഒരു ആവറേജ് മൂവിയാണ്. ഒരുപാട് എക്സ്പെക്റ്റേഷൻ വരരുത്, എക്സ്പെക്റ്റേഷൻ വന്നാൽ ഡിസപ്പോയിൻ്റ് ആയിരിക്കും. മൊത്തം വന്ന് ഒരു തിയേറ്റർ വാച്ചിനുള്ളതുണ്ട്. മൊത്തത്തിൽ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആവറേജ് മൂവി എന്ന് പറയാമോ എന്ന് അറിയില്ല എനിക്ക്. എന്താ പറയുക, നമ്മുടെ കറപ്ഷനെതിരെയുള്ള ഫൈറ്റാണ് സിനിമ. കമലഹാസൻ ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പക്ഷേ മൂവി മൊത്തത്തിൽ കഥ ഒരു ഫുൾ ഒരു പോലെയായിട്ട്, പക്ഷേ ആവറേജ് പടം. ഞാൻ പറയുന്നത് 1 ആയിരുന്നു ഇതിനേക്കാളൊക്കെ ബെറ്റർ.
2 ഇറ്റ്സ് ഓക്കെ. നമുക്ക് എനിക്ക് ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു, ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ട്. പിന്നെ കൂടുതലും സെൻറ്റിമെൻ്റാണ് പടം പ്രൊമോട്ട് ചെയ്യുന്നത്. പിന്നെ ശങ്കറിൻ്റെ ഒരു ടച്ച് വന്ന് എന്നാലും നമ്മുടെ ഓവർ പ്രതീക്ഷ കൊടുത്ത് പോകണ്ട. പിന്നെ അതിൻ്റെ അടുത്ത് BGM കൊള്ളാം. പിന്നെ എസ് സൂര്യ നമ്മൾ 3 പ്രതീക്ഷിക്കുന്നത്. പിന്നെ 3 ഒരു പ്രതീക്ഷ തരുന്നുണ്ട്.